പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും പണിമുടക്കുകയാണ്. കോട്ടയം ജില്ലയിൽ പണിമുടക്ക് പൂർണ്ണമാണ്. പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ ടൗൺ എന്നിവിടങ്ങളിൽ സർവീസ് നിർത്തിവച്ചിട്ടുണ്ട്. KSRTCയുടെ സ്ത്രീ സൗജന്യ യാത്ര സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നാരോപിച്ചാണ് പണിമുടക്ക്. പ്രതിസന്ധി പരിഹരിക്കാൻ കിലോമീറ്ററിന് 55 രൂപ നിരക്കിൽ സ്വകാര്യ ബസ്സുകൾ സർക്കാർ വാടകയ്ക്ക് ഏറ്റെടുക്കണമെന്നാണ് ആവശ്യം. കോട്ടയത്ത് രാവിലെ 6 മണി മുതൽ ആരംഭിച്ച സ്വകാര്യ ബസ് പണിമുടക്ക് പുരോഗമിക്കുകയാണ്. പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വകാര്യ ബസ് മേഖല തകർച്ചയിലാണ്. ആ തകർച്ച പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്കുന്നത്. 950ഓളം സ്വകാര്യ ബസ്സുകളാണ് ജില്ലയിലുള്ളത്. ഭൂരിഭാഗം ബസ്സുകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും കുമരകം ഭാഗത്തേക്കും മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കും അടക്കം യാത്രക്കാരെ സാരമായി സ്വകാര്യ ബസ് പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട്. പൊൻകുന്നം, പാല, അതോടൊപ്പം തന്നെ മല്ലപ്പള്ളി, കുമളി റൂട്ടുകളിലേക്കും ഇത്തരത്തിൽ മലയോര മേഖലയിലേക്ക് അടക്കം സർവീസുകൾ മുടങ്ങിയത് വലിയ രീതിയിൽ ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. പലരും ബസ് സമരം അറിയാതെ നഗരത്തിലെത്തി കുടുങ്ങിപ്പോയവരുമുണ്ട്. എന്തായാലും അല്പസമയത്തിനകം സ്വകാര്യ ബസ് ഉടമകൾ അവരുടെ സംഘടനയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് 55 രൂപയോളം വാടക നിരക്കിൽ സ്വകാര്യ ബസ്സുകൾ സർക്കാർ ഏറ്റെടുക്കുക, ഡീസൽ സബ്സിഡി പ്രഖ്യാപിക്കുക, വിദ്യാർത്ഥികളുടെ നിരക്ക് കൂട്ടുക അടക്കമുള്ള വിവിധ ആവശ്യങ്ങളാണ് സ്വകാര്യ ബസ് ഉടമകൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും വൈകിട്ട് 6 മണി വരെ ആണ് സമരം നടക്കുന്നത്. വലിയ രീതിയിൽ ജനത്തെ സാരമായി പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട്. സമീപ ജില്ലകളായ പത്തനംതിട്ടയിലും ആലപ്പുഴയിലും നഗരപ്രദേശങ്ങളിലും പണിമുടക്കുണ്ട്. കൊല്ലം ജില്ലയിലും പണിമുടക്കുണ്ട്. അതുകൊണ്ട് തന്നെ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വിവിധ ജില്ലകളിൽ സ്വകാര്യ ബസ് പണിമുടക്ക് സാരമായി ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അനന്തു സുരേഷിനോടൊപ്പം കോട്ടയത്തു നിന്നും ജോസി ബാബു, മീഡിയ 1.